എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 27ാം മത്സരത്തിൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് റൺമലകൾ തീർത്ത അവിസ്മരണീയമായ ഒരു പോരാട്ടത്തിനാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ വന്ന ഈ മത്സരത്തിൽ സ്കോർ ബോർഡിന്റെ ഓരോ ഘട്ടത്തിലും ആവേശം അലതല്ലി. ടോസ് നേടിയ ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദ് ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുത്തത് പിച്ചിലെ ഈർപ്പവും പവർപ്ലേയിലെ ആനുകൂല്യവും കണക്കിലെടുത്തായിരുന്നു. എന്നാൽ സൺറൈസേഴ്സ് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ആദ്യ ഓവർ മുതൽ ചെന്നൈ ബൌളർമാരെ കടന്നാക്രമിച്ച അഭിഷേക് വെറും 22 പന്തിൽ നിന്ന് 59 റൺസ് അടിച്ചുകൂട്ടി. 268 പ്രഹരശേഷിയിൽ ബാറ്റ് വീശിയ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 6 ഫോറുകളും 4 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. ഒരു വശത്ത് ട്രാവിസ് ഹെഡ് 23 നിലയുറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മറുവശത്ത് അഭിഷേക് റൺസ് വാരിക്കൂട്ടി. ഇതോടെ ആദ്യ 6 ഓവറിൽ തന്നെ ഹൈദരാബാദ് കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുമെന്നുറപ്പിച്ചു. എന്നാൽ നായകൻ ഇഷാൻ കിഷൻ പൂജ്യനായി പുറത്തായത് ടീമിനെ ഒന്ന് ഞെട്ടിച്ചെങ്കിലും ഹെൻറിച്ച് ക്ലാസൻ ക്രീസിലെത്തിയതോടെ കളി വീണ്ടും ഹൈദരാബാദിന്റെ നിയന്ത്രണത്തിലായി. 39 പന്തിൽ നിന്ന് 59 റൺസ് നേടിയ ക്ലാസന്റെ മികവിൽ 15ാം ഓവറിൽ തന്നെ സ്കോർ 150 കടന്നു. അവസാന ഓവറുകളിൽ ചെന്നൈ ബൌളർമാരായ ജാമി ഓവർട്ടണും 3/37 അൻഷുൽ കമ്പോജും 3/22 തിരിച്ചടിച്ചതോടെയാണ് ഹൈദരാബാദിന്റെ റൺ ഒഴുക്ക് അല്പം കുറഞ്ഞത്. എങ്കിലും 20 ഓവർ പൂർത്തിയാകുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എന്ന മികച്ച സ്കോർ നേടാൻ സൺറൈസേഴ്സിന് സാധിച്ചു. 195 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം തേടിയിറങ്ങിയ ചെന്നൈയുടെ തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ വെറും 7 റൺസ് എടുത്തു നിൽക്കെ ഒരു അനാവശ്യ ഷോട്ടിന് മുതിർന്ന് ആദ്യം തന്നെ പുറത്തായത് ചെന്നൈക്ക് വലിയ ആഘാതമായി. പിന്നാലെ വെടിക്കെട്ട് തുടക്കം നൽകിയ യുവതാരം ആയുഷ് മഹാത്രയും പുറത്തായി. 13 പന്തിൽ 30 റൺസെടുത്താണ് ആയുഷ് മടങ്ങിയത്. ഈ 2 നിർണായക വിക്കറ്റുകൾ വീണതോടെ ചെന്നൈ പ്രതിരോധത്തിലായി. നായകൻ ഋതുരാജ് ഗേക്വാദ് 13 പന്തിൽ 19 റൺസെടുത്തു നിൽക്കെ പവലിയനിലേക്ക് മടങ്ങിയതോടെ ചെന്നൈയുടെ തകർച്ച പൂർണ്ണമായി. സൺറൈസേഴ്സ് ബൌളർ ഇഷാൻ മലിംഗ തന്റെ മാരകമായ യോർക്കറുകളിലൂടെ ചെന്നൈ ബാറ്റർമാരെ വരിഞ്ഞുമുറുക്കി. 4 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങി മലിംഗ 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയത് സ്കോറിംഗിന്റെ വേഗത കുറച്ചു. ഇതിനിടയിൽ റണ്ണൊന്നുമെടുക്കാതെ ഡെവാൾഡ് ബ്രവിസും പുറത്തായതോടെ ചെന്നൈയുടെ പതനം പൂർണ്ണമായി. സൺറൈസേഴ്സിനായി പന്തെറിഞ്ഞ ഇഷാൻ മലിംഗ തന്റെ മാരകമായ സ്പെല്ലിലൂടെ ചെന്നൈയെ ശരിക്കും വരിഞ്ഞുമുറുക്കി. മധ്യനിരയിൽ ശിവം ദുബെ 21, സർഫറാസ് ഖാൻ 25 എന്നിവർ പൊരുതി നോക്കിയെങ്കിലും റൺറേറ്റ് 12ന് മുകളിൽ പോയത് ചെന്നൈയെ സമ്മർദ്ദത്തിലാക്കി. അവസാന ഓവറുകളിൽ മാത്യു ഷോട്ട് 30 പന്തിൽ 34 റൺസെടുത്ത് പൊരുതിയെങ്കിലും ഹൈദരാബാദിന്റെ കൃത്യതയാർന്ന ഫീൽഡിംഗും ബൌളിംഗും ചെന്നൈയെ തളച്ചു. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്കോർ നില ഇങ്ങനെയായിരുന്നു. അവസാന 2 ഓവറിൽ ജയിക്കാൻ 32 റൺസ് വേണമെന്നിരിക്കെ സാക്കിബ് ഹുസൈൻ എറിഞ്ഞ 19ാം ഓവറിൽ 14 റൺസ് പിറന്നു. ഇതോടെ അവസാന ഓവറിൽ ലക്ഷ്യം 18 റൺസായി ചുരുങ്ങി. ആദ്യ ഓവറുകളിൽ റൺസ് വഴങ്ങിയെങ്കിലും നിർണായകമായ അവസാന ഓവർ എറിയാനെത്തിയ പ്രഫുൽ ഹിംഗെ തന്റെ തെറ്റുകൾ തിരുത്തി മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അവസാന ഓവറിൽ വെറും 7 റൺസ് മാത്രം വിട്ടു നൽകിയതോടെ ചെന്നൈയുടെ പോരാട്ടം 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസിൽ അവസാനിച്ചു. ഇതോടെ സൺറൈസേഴ്സ് 10 റൺസിന്റെ ആവേശകരമായ വിജയം ആഘോഷിച്ചു. ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മയും ബൌളിംഗിൽ ഇഷാൻ മലിംഗയും നടത്തിയ അസാമാന്യ പ്രകടനങ്ങളാണ് ഈ ഹൈസ്കോറിംഗ് മത്സരത്തിന്റെ ഫലം നിർണയിച്ചത്. ഹൈദരാബാദ് സ്കോർ ബോർഡിൽ പടുത്തുയർത്തിയ 194 റൺസ് എന്ന കരുത്താണ് ഒടുവിൽ അവർക്ക് തുണയായത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഈ ആവേശകരമായ വിജയത്തെക്കുറിച്ചും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോരാട്ടത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചെന്നൈയുടെ തോൽവിക്ക് പ്രധാന കാരണം സഞ്ജു സാംസൺ പവർപ്ലേയിൽ തന്നെ നേരത്തെ പുറത്തായതാണോ? അതോ അഭിഷേക് ശർമ്മയുടെ ആ വെടിക്കെട്ട് ഇന്നിംഗ്സ് തന്നെയാണോ മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയത്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. IPL 2026 ഇതുപോലുള്ള ആവേശകരമായ മാച്ച് റിപ്പോർട്ടുകളും ക്രിക്കറ്റ് ലോകത്തെ ചൂടുള്ള വിശേഷങ്ങളും ഒട്ടും വൈകാതെ മലയാളത്തിൽ തന്നെ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.